വിഷുക്കല്ല പറഞ്ഞത്. എന്താ പിന്നെ വൈകിട്ട് പരിപാടി? അവന് വൈകിട്ട് എന്താ പരിപാടി? നീ എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ അറിയും അവന് വൈകിട്ട് എന്താ പരിപാടി? നീ ആര് വരുന്ന കാര്യം പറയണേ? നീയല്ലേ പറഞ്ഞേ വിഷ്ണു വരണുണ്ടെന്ന്, വൈകിട്ട് എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചത്. എന്നിട്ട് അവനോടെ നീ ആദ്യം തല പുറത്തേക്ക് എടുക്ക്. എടാ വിഷുവിന് നിനക്ക് എന്താ പരിപാടി ഞാൻ ചോദിച്ചേ, അല്ലാണ്ട് വിഷ്ണുവിനല്ല. അല്ല അപ്പം നീ വിഷു എന്നാ പറഞ്ഞല്ലേ? ഞാൻ കേട്ടത് വിഷ്ണു എന്നാ. ഇല്ലില്ല, ഇത്തവണ വിഷ്ണുവിന് അല്ല, വിഷുവിന് വൈകിട്ട് പരിപാടിയൊന്നുമില്ല. എൻ്റെ പരിപാടിയൊക്കെ രാവിലെയാണ്. രാവിലെ? ഇത്തവണ കാശൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ചിലവാക്കാതെ നമ്മളെ ബന്ധുക്കൾക്കും കുറച്ച് സുഹൃത്തുക്കൾക്കൊക്കെ കൈനീട്ടം രാവിലെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് നല്ല കാര്യം കേട്ടോ. അതിലും ഞാനൊരു വെറൈറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. വെറൈറ്റിയാ? എന്ത് വെറൈറ്റി? ഇത്തവണ എല്ലാവർക്കും കൈനീട്ടം ഞാൻ ഗൂഗിൾ പേ വഴിയാണ് കൊടുക്കണം. അതാവുമ്പോൾ അവർ കാശൊന്നും അനാവശ്യമായിട്ട് ചിലവാക്കില്ല, അവരുടെ അക്കൗണ്ടിൽ കിടന്നോളും. പിന്നെ ഈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കുമ്പോൾ അവർ നമ്മൾ ഓർക്കുകയും ചെയ്യും. അതോർക്കും. അല്ല, ഏകദേശം എത്ര ആൾക്ക് നീ കൊടുക്കുന്നുണ്ട്? ബന്ധുക്കളും പിന്നെ നമ്മൾ ഫ്രണ്ട്സൊക്കെ അടക്കം ഏകദേശം ഒരു 20 പേരുണ്ടാവും. ഓ, നല്ല ചിലവരല്ലേ. ഓട്ടെ, വർഷത്തിലൊരിക്കലല്ലേ. നമുക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. പണം പോയിട്ട് സ്നേഹം വരട്ടേന്ന്. പണം പോയിട്ട് സ്നേഹം വരട്ടേന്ന്. നിനക്കുള്ളത് ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് അയച്ചു തന്നേക്ക. യു ഹാവ് എ മെസ്സേജ്. എന്താന്ന്? എടാ, നിനക്കുള്ള കഴിഞ്ഞിട്ട് ഞാൻ ഗൂഗിൾ പേയിൽ അയച്ചിട്ടുണ്ടെന്ന്. ₹1? യെസ്, 1 Indian rupees. നീ പറഞ്ഞാൽ ശരിയുണ്ടാ? ഈ പൈസ അക്കൗണ്ടിൽ കിടക്കുകയും ചെയ്യും, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കണ്ട നിന്നെ ഓർക്കുകയും ചെയ്യും. ഒരു 19 പേർക്കും കൂടി ഇതുപോലെ അയച്ചു കൊടുക്കാനുണ്ട്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എടാ പോവലടാ, പടക്കിരിപ്പുണ്ട്, 2 പൊട്ടിച്ചിട്ട് പോവാ. വേണ്ടേ? ഹാപ്പി വിഷു.